സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ പരിശുദ്ധ ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര 25 മുതൽ ആരംഭിക്കും. മദീനയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം 25 വൈകിട്ട് 3:30 കരിപ്പൂരിലെത്തും. 25 മുതൽ ജൂലൈ 7 വരെ 31 വിമാനങ്ങളിലായാണ് ഹാജിമാരെ കരിപ്പൂരിൽ തിരിച്ചെത്തിക്കുന്നത്. കരിപ്പൂർ വഴി 5339 പേരാണ് ഹജ്ജിന് പോയത്. കൊച്ചിയിൽ നിന്നുള്ളവരുടെ മടക്കയാത്ര 26 മുതലാണ് ആരംഭിക്കുക. ജൂലൈ 10 സർവീസുകൾ സമാപിക്കും. 23 വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് ഹാജിമാരെ തിരിച്ചെത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്തത്. 6388 ഹാജിമാരാണ് കൊച്ചി വഴി ഹജ്ജിന് പോയത്. കണ്ണൂരിലേക്കുള്ള ഹജ്ജ് മടക്ക സർവീസുകൾ ഈ മാസം 30 മുതൽ ജൂലൈ 11 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4755 പേരാണ് കണ്ണൂരിൽ നിന്ന് തീർത്ഥാടനത്തിന് പോയത്. 28 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തത്. 16,482 ഹാജിമാരാണ് കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തീർത്ഥാടനത്തിന് പോയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള 5 ലിറ്റർ സംസം തീർത്ഥജലം ഇതിനകം തന്നെ വിമാനത്താവളങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. തിരിച്ചെത്തുന്ന ദിവസം ഓരോ ഹാജിക്കും ഇത് വിമാനത്താവളത്തിൽ വെച്ച് ഹജ്ജ് കമ്മിറ്റി വിതരണം ചെയ്യും. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ മദീന സന്ദർശനത്തിനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യ സംഘം ഇന്നലെ രാവിലെ 9:50 തിരിച്ചെത്തി. ജിദ്ദയിൽ നിന്ന് നേരിട്ടുള്ള ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് മിർഷാദ് യമാനിയുടെ നേതൃത്വത്തിൽ 120 ഹാജിമാരടങ്ങുന്ന അൽഹിന്ദ് ഹജ്ജ് സംഘം എത്തിയത്. മുജീബ് നദിയുടെ നേതൃത്വത്തിലുള്ള 97 ഹാജിമാരുടെ മറ്റൊരു സംഘം സൗദി എയർലൈൻസിൽ കൊച്ചിയിൽ 10 മണിക്കെത്തി. ഹാജിമാർക്ക് എയർപോർട്ട് അതോറിറ്റിയുടെയും എയർലൈൻസ് പ്രതിനിധികളുടെയും മറ്റു നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.